إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി ജീവിതം ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴായി പലരുടെയും മരണം നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ഒരു ആഴ്ചയിൽ തന്നെ വിവിധങ്ങളായ മരണങ്ങളെ പത്രമാധ്യമങ്ങളിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുമൊക്കെ മരിച്ചവരെ കുറിച്ച് നമ്മൾ അറിഞ്ഞവരാണ്. അപ്പോഴൊക്കെ പിശാച് നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് നമ്മെ ചിന്തിപ്പിക്കുന്നൊരു ചിന്ത, നീ ഇപ്പോഴൊന്നും മരിക്കില്ല, നീ കുറച്ച് നാള് കുറെ നാള് ഇനിയും ജീവിക്കാനുണ്ട് എന്ന ഒരു തെറ്റായ ബോധം പലപ്പോഴും
നമ്മുടെ അടുക്കലൊക്കെ വന്ന് ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ചവരാണ് ഇന്ന് ഖബറിൽ കിടക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. പണ്ട് ഒരു പണ്ഡിതൻ പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, തീരാത്ത ആഗ്രഹങ്ങളും കൊതികളും പ്രതീക്ഷകളും ഉള്ളവരെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഖബർസ്ഥാൻ പോയി സന്ദർശിച്ചാൽ മതി എന്നതാണ്. പല പല ആഗ്രഹങ്ങളോടുകൂടിയാണ് രാത്രി കിടന്നുറങ്ങിയത്. പക്ഷേ പ്രഭാതത്തിലേക്ക് എത്തിയപ്പോൾ അവന്റെ പേര് വിളിക്കാതെ മയ്യത്തെന്ന നാമകരണത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നത് അവന്റെ മരണം എത്രയോ അടുത്തു നിൽക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഉമ്മാന്റെ മാറിടത്തിൽ അമ്മിഞ്ഞ കുടിച്ചുകൊണ്ടിരുന്ന പിഞ്ചു കുഞ്ഞ് മുലപ്പാൽ ശ്വാസകോശത്തിൽ കുടുങ്ങി മരിച്ചു എന്ന് നമ്മൾ വായിച്ചില്ലേ, നമ്മൾ കേട്ടില്ലേ? അതേപോലെ തന്നെ തന്റെ കുടുംബത്തിന് അത്താണിയായി പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യാനെന്ന പേരിൽ പാടുകഴിച്ച് പണം ഉണ്ടാക്കി പാസ്പോർട്ട് എടുത്ത് വിദേശ രാജ്യത്തേക്ക് ജോലിയാർത്ഥം ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി അവിടെ തളർന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്ത നമ്മൾ എത്ര കേട്ടിരിക്കുന്നു. എത്ര സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള വാർത്തകളെ നമ്മൾ കേട്ടു. ഗൾഫ് നാടിൽ തന്റെ രക്തം വിയർപ്പാക്കി പ്രയത്നിച്ച് നാട്ടിലൊരു വീട് പണിത് ആ വീട്ടിലേക്കൊന്ന് മാറി താമസിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവൻ വീട്ടിലെത്തുന്നത് മയ്യത്തായിട്ടല്ലേ. ഭാര്യ പറഞ്ഞില്ലേ, ആദ്യമായി വീട്ടിലേക്ക് മയ്യത്ത് കയറ്റുന്നത് അപശകുനമാണ്, അതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് ഈ വീട്ടിലേക്ക് ആ മയ്യത്ത് കയറ്റേണ്ടതില്ല. നിങ്ങൾ ആലോചിക്കേ, ഈ മരണം എന്ന് പറയുന്നത് പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഏതു സമയത്തും നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്ന ഒരു സത്യമാണ് എന്നത് നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനായ താബിഈ പണ്ഡിതൻ സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലൗ അന്നൽ ബഹായിമ തഅകിലു മിനൽ മൗതി മാ തഅകിലൂന മാ അകൽതു മിൻഹാ സമീന. നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ, മനസ്സിലാക്കുന്നത് പോലെ ഏതെങ്കിലും മൃഗങ്ങൾ ആ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവയിൽ നിന്ന് ഒരു തടിച്ച മൃഗത്തെ പോലും കഴിക്കാൻ ലഭിക്കുമായിരുന്നില്ല. എങ്ങനെ? നിങ്ങൾ മരിക്കുമെന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ ബോധ്യപ്പെട്ടതുപോലെ, നിങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു മൃഗം, ആ മൃഗത്തിന്റെ ഇടയിൽ ചർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു മൃഗത്തെയും തടിച്ചു കൊഴുത്ത് മാംസമുറ്റിയതായി കാണാൻ സാധിക്കുമായിരുന്നില്ല. മരണത്തെ കുറിച്ചോർത്ത് അവൻ ഇരിഞ്ഞു പോകുമായിരുന്നു എന്ന് മഹാനായ സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുക. നിങ്ങൾ ആലോചിക്കേ, നമ്മൾ എത്രത്തോളം ആ മരണത്തെ ചിന്തിക്കുന്നുണ്ട്. ആ മരണത്തിന് വേണ്ടി എന്ത് പ്രയത്നം, എന്ത് ഒരുക്കങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ട്. ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരെയും, എല്ലാ ശരീരത്തെയും മരണം പിടികൂടുന്നതാണ്. എല്ലാവരും മരിക്കും, അല്ലെ? എല്ലാവരും മരിക്കും. ഒരാളും മരിക്കാതെ ബാക്കിയാവുകയില്ല. ആരെങ്കിലും മരിക്കാതെ ബാക്കിയാകുമായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ബാക്കിയാകണമായിരുന്നു. പക്ഷേ അവിടുന്ന് മരണപ്പെട്ടു എന്നത് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വിശദമായി അവിടുത്തെ വഫാത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചതാണ്. സഹോദരങ്ങളെ, എല്ലാവരും മരിക്കും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, നബിയെ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടേ? ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങളിങ്ങനെ ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങളിങ്ങനെ ഓടിയൊളിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു നെഞ്ചുവേദന വന്നപ്പോഴേക്കും, അല്ലെ, എന്തൊരു ടെൻഷനാ മനുഷ്യന്.
എന്തൊരു ടെൻഷനാ, മക്കളെയൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്ക, ഭാര്യന്റെ കൈ പിടിച്ച് പൊട്ടിക്കലയാ. ഇനിയിപ്പോ എത്ര നാളെന്ന് അറിയില്ല, ഒരു നെഞ്ചുവേദന. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസിന്റെ ആണ്, മാറിപ്പോകും. അപ്പോഴൊരു സമാധാനമായത്. മരണത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ചിന്തകളാണ്. നമ്മൾ ഇങ്ങനെയാ മരണത്തെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി അഭയം പ്രാപിച്ചാലും, എവിടെയൊക്കെ പോയി നാം സുരക്ഷിതമാണെന്ന്, മരണത്തിനപ്പുറം എവിടെയൊക്കെ പോയി ഒളിച്ചിരിക്കാമെന്ന് ചിന്തിച്ചാലും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ആ മരണം ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അയൽവാസി മരിച്ചപ്പോ അയൽവാസിയുടെ വീട്ടിൽ ചെന്ന് നീലട്ടറപ്പായി ഇങ്ങനെ വലിച്ചു കെട്ടി മരത്തിലേക്ക് ചേർത്ത് വെച്ച് അല്ലേ, ചുവന്ന കസേരകൾ അടുത്തുള്ള വാടകക്ക് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് പറക്കി കൊണ്ടുവന്ന് അതിങ്ങനെ അയൽവാസിയുടെ വീടിന്റെ മുറ്റത്ത് പറക്കി നമ്മളിങ്ങനെ അടക്കി വെച്ച് അയൽവാസിയുടെ മയ്യത്തിനെ കുളിപ്പിക്കുന്നിടത്ത് എല്ലാവിധ ശ്രദ്ധയും വെച്ച് ആ കഫൻ പുടവ വാങ്ങിക്കൊടുക്കുന്നിടത്തും അത് പൊതിയുന്നിടത്തും ആ അയൽവാസിയെ കുളിപ്പിക്കുന്നിടത്തും സഹോദരങ്ങളെ, എന്നിട്ട് ആ വീടിന്റെ ഹാളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു വെക്കുമ്പോ ആ മയ്യത്തിനെ 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് ആളുകളൊക്കെ വന്ന് കണ്ട് തിരിച്ചു പോകുമ്പോ അല്ലേ, പള്ളിയിൽ അതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇമാമ് അല്ലെങ്കിൽ മക്കളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ വാപ്പാനോട് ആർക്കെങ്കിലും കടമിടപാടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തിട്ടോ എന്നിങ്ങനെ വിങ്ങിപ്പൊട്ടിയ പതറുന്ന വാക്കുകൾ പറഞ്ഞ്, എന്നിട്ടോ ഇനി ആരെങ്കിലും കാണാനുണ്ടോ, ആർക്കെങ്കിലും കാണണമെന്നൊക്കെ ചോദിച്ച് ആ മുഖമൊന്നിങ്ങനെ മാറ്റിക്കൊടുത്ത് ആളുകളൊക്കെ ഇങ്ങനെ കണ്ട്, ഏറ്റവും അടുത്തവർക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് പിന്നെ പെട്ടെന്ന് കൊണ്ടുപോകാം അല്ലെ 6 അടി മണ്ണിലേക്ക്. പിന്നെ അവിടെയാ താവളം, അവിടെയാ വീട്, അവിടെയാ താമസം. ഏതുവരെ ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളത്തിൽ ഊതപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെ? ഇപ്പൊ മരിച്ച എന്റെ താവളം, എന്റെ ജീവിതം അതാണ്. അതാണ്. എപ്പോഴാ സഹോദരങ്ങളെ? സമയം ഇത്ര ദൂരെയൊന്നുമല്ല, അത്ര വിദൂരമൊന്നുമല്ല. നമ്മൾ കേട്ടില്ലേ, കബർ കുത്തിയ ആൾ കുത്തിയ കബറിൽ അടക്കപ്പെട്ടു. നമ്മൾ വായിച്ചില്ലേ, അയാള് കുത്തിയ കബറിലെ അയാള് തന്നെ കബറടക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ വായിച്ചില്ലേ? അത്രയടുത്ത. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ മരണത്തെ കുറിച്ച്? ഞാൻ അങ്ങനെ മരിക്കേണ്ടവൻ? ഏതെങ്കിലും ഒരു ഹറാമിന്റെ അടുക്കൽ പോയി തുള്ളിച്ചാടി കളിക്കുമ്പോ ഞാനവിടെ കൊഴിഞ്ഞു വീണും മരിക്കുമെന്ന് മനുഷ്യ നീ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ മരിച്ചാല് എന്റെ അവസ്ഥ എന്തായിരിക്കും? ഏതെങ്കിലും ഹറാമിന്റെ ഉള്ളുകളിൽ അവിടെ ഇങ്ങനെ ആർത്തിരമ്പി സംഗീതത്തിന്റെ ആർഭാടങ്ങളുടെ ഒക്കെ ചാട്ടവും തുള്ളവും ഒക്കെ ചാടിക്കളിക്കുമ്പോ ഞാൻ മരിക്കില്ല എന്ന് എന്നോട് ആരാ പറഞ്ഞേ? മരിച്ചില്ലേ? പലരും മരണപ്പെട്ടു പോയില്ലേ സഹോദരങ്ങളെ? എത്ര സ്ഥലങ്ങളിൽ, എത്ര ഇടങ്ങളിൽ നമ്മുടെ മരണം. ഒരു മനുഷ്യന്റെ ആദ്യത്തെ സമയങ്ങളെയല്ല അള്ളാഹ് പരിഗണിക്കുക. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ ചെറുപ്പത്തിലൊക്കെ നല്ല ഉഷാറായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തോ എല്ലാത്തിനും ഒരു മടിയൊക്കെ വരുന്നത്. അള്ളാന്റെ റസൂല് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹ് പരിഗണിക്കുക അവന്റെ അവസാനം എങ്ങനെയെന്ന് നോക്കിയിട്ടാ അള്ളാഹ് പരിഗണിക്കുക. നമ്മളിങ്ങനെ തളർന്നിരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസാനം എന്തായിരിക്കും? നമ്മുടെ അവസാനത്തിന് അള്ളാഹ് മാർക്കിടുമ്പോ എന്തായിരിക്കും റബ്ബ് നമുക്ക് മാർക്കിടാം? അതുകൊണ്ട് പ്രായമില്ലാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന മരണം അത് ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിലേക്കാണ് പിന്നീട് അവന്റെ മടക്കമെന്ന് പഠിപ്പിക്കുമ്പോ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്നിട്ട് നിങ്ങൾ ചെയ്ത ഓരോ കർമ്മങ്ങളെ കുറിച്ചും നിങ്ങളോട് ഇങ്ങനെ പറയുന്നതാണ്, അറിയിക്കുന്നതാണ്. ആരുടെ കർമ്മ? നരകത്തിൽ പോകാൻ കാരണമായ കർമ്മം ആരുടേതാ? ആര് ചെയ്തതാ? ചിന്തിച്ചേ. സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും അല്ലാഹ് പറയും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ചെയ്ത പണിയുടെ കാരണത്താലാ.
നിങ്ങൾ ചെയ്ത അമലുകളുടെ കാരണത്താല നിങ്ങൾക്ക് നരക സ്വർഗങ്ങൾ എന്ന് പറയുമ്പോ റസൂല് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാവരും മരിക്കും. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, മനുഷ്യന്മാരാകട്ടെ ജിന്നുകളാകട്ടെ അവരൊക്കെ മരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അവിടുന്ന് മരിച്ചു. ആ മരണത്തിന് സഹോദരങ്ങളെ അത് എപ്പോ എന്ന് അറിയില്ല. എന്റെ മകളുടെ നിക്കാഹിന് വരന്റെ കൈപിടിച്ച് ഞാനിതാ നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അല്ലേ വാപ്പ മരിച്ചില്ലേ? വാപ്പ മരിച്ചു, വധു. അപ്പോൾ അവിടെ മുതൽ വാപ്പയില്ലാത്ത മറ്റൊരു വലിയന്റെ വാപ്പയല്ലാത്ത മറ്റൊരു വലിയനാൽ വിവാഹം ചെയ്യപ്പെട്ടില്ലേ? അതുവരെ എന്റെ വാപ്പയായിരിക്കും എന്റെ നിക്കാഹ് നടത്താന്ന് ചിന്തിച്ചിരുന്ന സഹോദരങ്ങളെ സാഹചര്യങ്ങളൊക്കെ നിമിഷം കൊണ്ട് ആ മരണം കൊണ്ട് മാറിയില്ലേ? ആലോചിക്കണം. നമ്മൾ എവിടെയാണെങ്കിലും ഏത് സമയത്തും ഞാൻ മരിക്കും. അതിന് സമയ വ്യത്യാസങ്ങളില്ല. നമുക്കറിയില്ല എവിടെ വെച്ചുകൊണ്ടാ മരിക്കുക എന്നത്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅതി വയനസിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഏതൊരു ഭൂമിയിൽ വെച്ചാണ് നിന്റെ മരണം പിടികൂടുക എന്നത് ഒരാൾക്കും അറിയില്ല. കേച്ചേരി സലഫി മസ്ജിദിന്റെ ഉള്ളിൽ വെച്ചാണ് മരണം പിടികൂടുക എന്നതാണെങ്കിൽ ഇന്നത്തെ ഖുത്ബക്കിടയിലാണ് എന്റെ മരണമെന്ന് റബ്ബ് തീരുമാനിച്ചെങ്കിലോ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു സമയം മുമ്പിലേക്കോ പിമ്പിലേക്കോ മാറ്റപ്പെടുന്നതല്ല. അപ്പോൾ തന്നെ മരിക്കും, യാതൊരു സംശയമില്ല. ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരില്ല. സഹോദരങ്ങളെ, ആ മരണത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ മരണത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കണം. അതുകൊണ്ടാണ് മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് വലിഹാദാ നഖൂലു, അതുകൊണ്ടാണ് നഖൂലു നാം പറയുന്നു അൻതലാ തുസ്അലു മത്താ തമൂതു, നീ എന്ത് ചെയ്യാൻ പാടില്ല, എവിടെ വെച്ചാണ് മരണപ്പെടുന്നതെന്നോ അതുപോലെ തന്നെ നീ ആരായേണ്ടതില്ല, നീ ചോദിക്കേണ്ടതില്ല. എന്തേ കാരണം? വലാ ഐന തമൂതു അന്ന ഹാദാ അംറുൻ ലാ യഹ്താജു ഇലാ സുആലിൻ, ആ ചോദ്യത്തിന്റെ ആവശ്യകതയില്ല. സുനിശ്ചിതമായ കാര്യമാണ് മരണം എന്നുള്ളത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ എവിടെ മരിക്കും എന്നതിലല്ല പ്രസക്തി. ഞാൻ എങ്ങനെയായിരിക്കും മരിക്കുക, എന്റെ അവസ്ഥ എന്തായിരിക്കും, ഞാൻ നല്ലവനായിട്ടായിരിക്കും മരിക്കുക, എന്റെ ഹാൽ ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നത് വളരെ പ്രധാനമാണ്. സഹോദരങ്ങൾ, നിസ്സാരങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് ഒരു നന്മയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ളതല്ല ഈ കൊഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളും ദിവസങ്ങളുമുള്ള കുറഞ്ഞ ഈ ദുനിയാവെന്ന് പറയുന്നത്. ഒരു നന്മയും നാം വിട്ടുകളയാൻ പാടില്ല. പരമാവധി നന്മകളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഏത് സ്ഥലത്താണോ മരണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇദാ ഖദല്ലാഹു ലിഅബ്ദിൻ, ഒരു അടിമക്ക് അല്ലാഹു വിധിച്ചിട്ടുള്ള, അവന് ഖദാ ആക്കിയിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, അയ്യമൂത ബി അർദി, എവിടെയാണ് അവനെ മരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഖദാ ചെയ്തിട്ടുള്ളത്, അല്ലാഹു വിധിച്ചിട്ടുള്ളത്, അവിടെ ജഅലല്ലാഹു ലഹു ഇലൈഹാ ഹാജതൻ ഔ ഖാല ബിഹാ ഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിലേക്ക് ചെല്ലാൻ അവനൊരു കാരണം ഉണ്ടാക്കും എന്നതാണ്. എന്റെ മരണം, നിങ്ങളുടെ മരണം അല്ലാഹു നിശ്ചയിച്ച ഇടത്ത് വെച്ച് പിടിക്കാൻ, അവിടെ ചെന്നു ചേരാൻ ഒരു കാരണം അല്ലാഹു ഉണ്ടാക്കും. അങ്ങനെ നാം അവിടെ ചെല്ലും, നമ്മുടെ മരണം പിടിക്കും. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, അത്രയും അടുത്തു നിൽക്കുന്ന, നമ്മളെ എവിടെ വെച്ചാണോ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ വെച്ചുകൊണ്ട് പിടിക്കുന്ന മരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മരണത്തിൽ ഇന്നൽ മൗത ഫസ്ഉൻ, മരണത്തിനൊരു ഭീതിയുണ്ട്. അതൊരു ഭീതിജനകമായ
അവസ്ഥയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നല്ല മരണം പിടിക്കുന്ന രൂപവും ചീത്ത മരണം പിടിക്കുന്ന രൂപവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു പൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ നല്ല മരണത്തെ പിടിക്കുമെന്നും ചീത്ത മരണമാണെങ്കിലോ അതേ നനഞ്ഞതായ പഞ്ഞിക്കെട്ടിൽ ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് വലിക്കുന്നത് പോലെ വേദനാജനകമായിട്ടുള്ളതായിരിക്കും എന്ന് പഠിപ്പിക്കുമ്പോൾ മരണത്തിനൊരു വേദനയുണ്ട്, അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി തരികയാണ്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ, കാഫിരീങ്ങളെ പിടിക്കാൻ വരുന്ന മലക്കുകളെ അവർ കാണുന്ന സന്ദർഭമുണ്ടല്ലോ. അൽ മലായികതു യദ്രിബൂന വുജൂഹഹും, മലക്കുകൾ അവരുടെ മുഖത്തിങ്ങനെ അടിക്കും, പ്രഹരിക്കും. അവരുടെ പിൻഭാഗത്തിങ്ങനെ അടിക്കും. അവരോട് പറയും, നിങ്ങൾ കത്തിക്കരിയുന്ന ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. മരണത്തിന്റെ വേളയിൽ പ്രഹരമുണ്ട്, മരണത്തിന്റെ വേളയിൽ അടിയുണ്ട്, പുറം ഭാഗത്ത് മുഖത്തൊക്കെ പ്രഹരിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്ന വാചകം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് ഇതൊക്കെ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള കാരണമെന്നറിയോ? ദാലിക ബിമാ ഖദ്ദമത് ഐദീകും, അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണത്താലാണ്. ആൾക്കാര് ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുന്ന ആൾക്കാര് ഒക്കെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ പറയണത് ഗൗരവമുള്ളതുകൊണ്ടാണ്. ഉറങ്ങിയാ ഖുത്ബ കിട്ടൂല, പിന്നെ വന്നത് വെറുതോ. എന്താ കേട്ടെ? നല്ല ഉറക്കം കിട്ടിയെന്നോ? നല്ല ഉറക്കം. ഇത് ദേഷ്യമുള്ളതുകൊണ്ട് വിളിക്കണല്ലോ കേട്ടോ, സ്നേഹമുള്ളതുകൊണ്ട് വിളിക്കണം. ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും സ്നേഹമായിരിക്കും. അങ്ങനെ പറഞ്ഞ് ഒരു കടത്ത് കഴിച്ചു പോകാനുള്ളത് നല്ലത് അല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഉറക്കം എന്ന് പറഞ്ഞ മൗത്തു അസ്ഗർന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചെറിയ മരണം എന്നാ. അങ്ങനെ ചിന്തിച്ച് ഉറങ്ങാൻ പറ്റും. വേറെ എന്താ? ഉറങ്ങുമ്പോഴും ഒരാളെ റൂഹിനെ അല്ലാഹ് പിടിക്കുന്നുണ്ട്. നമുക്ക് കാരണമൊന്നും വേണ്ട, നമുക്ക് ഖുർആനോത്ത് കേട്ടാൽ മതി, ഉറക്കം വരും. നല്ലത് കേട്ട സിനിമ ആണെങ്കിലോ സീരിയലാണെങ്കിലോ ഒക്കെ ഹറാമാണ്, പച്ച ഹറാമാണ്. അവിടെ ഒന്നും ഒരു ഉറപ്പില്ല. ഒക്കെ ഭയങ്കര ചില്ലായിട്ട് ആൾക്കാർ നിൽക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. പേടിക്കണം. ഉറക്കം വരുന്നവരൊന്ന് സ്വന്തമായിട്ടൊക്കെ ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇരുന്ന് ഉറക്കത്തെ എന്ത് ചെയ്യാം, ഷാജ് കൊണ്ടുവരാം. ഉറങ്ങിക്കോ അങ്ങനെ താരാട്ട് പാടിത്തരും, ഉറങ്ങിക്കോ. നമ്മളാണെങ്കിൽ കേൾക്കാനും തയ്യാറാണ്. അങ്ങനെ ആവരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കിയേ, നമ്മൾ പറഞ്ഞത് ആ മരണം പിടിക്കുന്ന വേളയിൽ അവിടെ എന്തുണ്ട്? അവിടെ വല്ലാത്ത വേദനയുള്ളവരുണ്ട്. എന്താ കാരണം? അവരുടെ കരങ്ങൾ ചെയ്തു പോയ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുക. സഹോദരങ്ങളെ, മരിക്കുന്ന ഉറപ്പാ, ഇനി എന്താ ചെയ്യാ? മരിക്കുന്ന ഉറപ്പാ, ഇനി എന്താ ചെയ്യാ? മരിക്കുന്ന ഉറപ്പാണെങ്കിൽ, മരണത്തിനപ്പുറം ഒരു ലോകമുണ്ടെങ്കിൽ അത് ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള പാതങ്ങളെ ഉണ്ടാക്കി വെക്കുന്നിടത്തൊരു ശ്രദ്ധ നമുക്ക് വേണം. നമ്മുടെ സമയം, ആരോഗ്യം അതൊരിക്കലും പാഴായി പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഉപയോഗപ്പെടുത്തും. നിങ്ങൾ ചിന്തിച്ചു, ഫേസ്ബുക്കിലും വാട്സപ്പിലും, ബാത്റൂമിൽ കയറുമ്പോൾ ഒരു മൊബൈലിൽ ഫേസ്ബുക്കും വാട്സപ്പും നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. സ്വന്തത്തോടെ ചോദിച്ചാൽ മതി, ഞാൻ അങ്ങനെയാണ് അല്ലേ? ചിന്തിച്ചാൽ ഉറങ്ങാൻ ഭാര്യ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പോലും അല്ലെ, ഇങ്ങനെ എറാത്തിരുന്നിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈലുമ കളിച്ച് 12 മണിക്കൊക്കെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. ഈ അവിഹിതങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണം ഭർത്താക്കന്മാരാണ്. അങ്ങനെ പറയുന്നു. എന്താ കാരണം? അവൾക്ക് കിട്ടേണ്ടത് മൂപ്പരടുത്ത് കിട്ടണില്ല. ഈ ചാറ്റ് ചെയ്യുന്നത് അവളോട് ഒരു 10 മിനിറ്റ് സംസാരിക്കും, ഒരു 15 മിനിറ്റ് മനസ്സ് തോർന്ന് സംസാരിക്കും. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ഒരു ഫസ്റ്റത്തെ 2 മാസം 3 മാസം 6 മാസം ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായിരുന്നു വിളി? ഓഫീസിൽ പോകും വിളി, ജോലിക്ക് പോകും വിളി, കടയിൽ ചെന്നിട്ട് വിളിക്ക, ചോറും തോന്നും. അവളും വിളിക്കണം, ചോറും തോന്നും. ചോറും തന്നിട്ടുണ്ട്. വൈകുന്നേരം എപ്പോഴാ വന്നെ? സഹോദരങ്ങളെ, കട മാറിയിട്ടില്ല, ആ കടയിൽ തന്നെ ഇരിക്കണേ, ആ ജോലിയിലെ ചെയ്യണേ.
ആ തിരക്കനൽ ഇപ്പോഴും ഉള്ളൂ. പക്ഷെ ആ വിളികൾ നടക്കണുണ്ടോ? ആ വിളികൾ നടക്കണുണ്ടോ? പ്രായം ഇങ്ങനെ കൂടിയെന്നല്ലേ ഉള്ളൂ, വയസ്സിങ്ങനെ കൂടിയെന്നല്ലേ ഉള്ളൂ, മക്കളുടെ എണ്ണം കൂടിയെന്നേ ഉള്ളൂ. പക്ഷെ ആ വിളികൾ നടക്കണുണ്ടോ? ഇല്ലെങ്കിൽ പല അവിഹിതങ്ങളിലേക്കും ഭാര്യയും ഭർത്താവും ഒക്കെ പോകും. യാതൊരു സംശയമില്ല. പേടിക്കണം. ഇന്നത്തെ കാലത്ത് പിശാച് വലകൾ വിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതിൽ പെട്ടുപോകാതിരിക്കാൻ കുടുംബ സംവിധാനങ്ങളിലെ ഭദ്രത അത് കാത്തു സൂക്ഷിക്കാൻ ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമാണ് അവിടെയൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പൊ സമയം, ആരോഗ്യം ശ്രദ്ധിക്കണം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അദ്ദേഹം പറയുക, അംസൈത, വൈകുന്നേരമായി കഴിഞ്ഞാൽ ഫലാ തൻതദിറു സുബാഹ, നീ രാവിലെ പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായാൽ ഇനി രാവിലെയാകുമെന്ന പ്രതീക്ഷ നിനക്ക് വേണ്ട. അതുപോലെ തന്നെ ഇദാ അസ്ബഹ്ത, പ്രഭാതമായി കഴിഞ്ഞാൽ ഫലാ തൻതദിറൽ മസാഅ, വൈകുന്നേരമാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. അത് വഹുർ മിൻ സിഹത്തിക ലിമർദിക, നിന്റെ ആരോഗ്യത്തെ നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നീ പരിഗണിക്കുക. വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ ജീവിതത്തെ, നിന്റെ മരണം നിന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നീ പരിഗണിക്കുക എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കെ, എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം. അത് രണ്ടും പരിഗണിക്കണം. നമ്മൾ പരിഗണിക്കണം. ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, രാവിലെ ഒന്ന് എഴുന്നേൽക്കണം, രാവിലെ ഒന്ന് നടക്കണം, 1 കിലോമീറ്റർ എങ്കിലും നടക്കണം, അല്ലേ? 1 കിലോമീറ്റർ ആ പള്ളിക്കുള്ളൂ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കലുണ്ട്. അത്രയും നാളാ ബാങ്ക് കേട്ടിട്ട് നടക്കാത്തവൻ ഈ ഡോക്ടർ പറഞ്ഞപ്പോ പിന്നെ വരും നടത്താണ്. ഏതിന്റെ മുമ്പിൽ കൂടി? പള്ളിയുടെ മുമ്പിൽ കൂടി. എന്നാലും പള്ളിയിലേക്ക് കയറില്ല, എന്നാലും പള്ളിയിലേക്ക് കയറണില്ല, നടക്കണം. റോട്ടിൽ കൂടിയൊക്കെ എത്ര ആളുകളെ നടക്കണേ? എന്താ ചോദിക്കുമ്പോ ആരോഗ്യം ശരിയാക്കാനാ. ആരോഗ്യം മാത്രം ശരിയാക്കിയ പോരാ സഹോദരങ്ങളെ, ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ, തൗഹീദ്, ഇഖ്ലാസ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഹിദായത്തിന്റെ വെളിച്ചം. ആ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യമെന്നുള്ളത്. ആ ആരോഗ്യത്തെയും പരിഗണിക്കണം. പക്ഷെ ഒന്നിനെ ഒഴിവാക്കിയിട്ട് ഒന്ന് മാത്രം പരിഗണിക്കണ അവസ്ഥ ഉണ്ടാവരുത്. ശ്രദ്ധിക്കണം. ആരോഗ്യത്തെ, നമ്മുടെ സമയത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറഞ്ഞു തരികയാണ്, ധാരാളമായി മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. എപ്പോഴും മരണചിന്ത വേണം. ആ മരണചിന്ത ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കണം. ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, ഭർത്താക്കന്മാരോട് പറയണം, പറഞ്ഞു കൊടുക്കണം, മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം. പ്രാർത്ഥന ചൊല്ലിയോ? അല്ലേ? പ്രാർത്ഥന ചൊല്ലിയോ? പ്രാർത്ഥന ചൊല്ലി അൽഹംദുലില്ലാഹ്, നീ ധൈര്യമായിട്ട് പോയിക്കോ, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലിയോ? ചൊല്ലി. അതിനൊരു പിഴവും പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞേ. അവന് ഹിദായത്ത് ലഭിച്ചു, അവന് എന്ത് ചെയ്തു? അവന് സംരക്ഷണം ലഭിച്ചു, അവന് കൃത്യമായ പ്രൊട്ടക്ഷൻ ലഭിച്ചു എന്ന് അല്ലേ പറയും എന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ദുആകളും അദ്കാറുകളും ദിക്റുകളും ഒക്കെ ചൊല്ലി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഇങ്ങനെ സദാ എപ്പോഴും ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുക, പ്രവാചകരെ അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, അല്ലാഹുവിന്റെ റസൂലേ, മുഅ്മിനീങ്ങളിൽ ശ്രേഷ്ഠരായവൻ ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഹ്സനുഹും ഖുലുഖാ, അവരിൽ നല്ല സ്വഭാവമുള്ളവരാണ് ശ്രേഷ്ഠന്മാരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ? പ്രവാചകരെ ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ആരാണ് ബുദ്ധിമാനായിട്ടുള്ള മുഅ്മിൻ എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയാ, അക്സറുഹും ലിൽ മൗതി, മരണത്തെക്കുറിച്ച് ധാരാളമായി കൊണ്ട് ദിക്റ, ആലോചിക്കുന്നവരാണ്. മരണത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. ഒരാളെ ഖബറിൽ ആക്കാൻ വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ ചിന്തിക്കുക, നാളെ എന്നെ ഇരിക്കും മയ്യത്ത് നിസ്കരിക്കുക, എന്നെ ഇരിക്കും ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കാം, ഞാനായിരിക്കും നാളെ ഇവിടെ, എൻ്റെ മക്കള് അല്ലേ ഇവിടെ വന്നിട്ട് സലാം പറയും, അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമിൽ മുഅ്മിനീൻ, അത് ഞാനായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുക, ഇങ്ങനെ ആലോചിക്കുക, എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുക.
ഭാര്യനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കി വണ്ടി എടുത്ത് പാഞ്ഞിങ്ങനെ പോകുമ്പോഴല്ലോ മരണത്തെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ തന്നെ വിളിക്കും, എന്ത് എടി എന്റെ മനസ്സിലൊന്നുമില്ല കേട്ടോ, അല്ലേ, ഒന്നുമില്ല, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിനാണ്, അല്ലെ, ആ പിണക്കൊക്കെ തീർത്ത് ഇങ്ങനെ ആ ജീവിതം അങ്ങനെയല്ലേ. മരണം ഏത് സമയത്തും ഉണ്ടാകുമെന്ന ചിന്തയോടും കൂടി നമ്മൾ മുന്നോട്ട് പോയി അല്ലെ. പിണങ്ങി വന്നവരുണ്ടാകും. കുറച്ച് ഉപ്പ് ഇങ്ങനെ കൂടിയപ്പോ അതിന് ദേഷ്യപ്പെട്ട് കറിയൊക്കെ വലിച്ചെറിഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമുക്കിങ്ങനെ ദേഷ്യപ്പെട്ടു പോയി. നമ്മൾ അടുത്ത ഹോട്ടലിൽ നല്ല ചിക്കൻ കറി നല്ല പൊറോട്ടയൊക്കെ കഴിച്ചപ്പോൾ ഉഷാറായിട്ട് അല്ലെ. എന്നിട്ട് പറയാ എന്ത് അവള് ചോദിക്കും, അതിൽ കഴിച്ചോ? എനിക്കൊന്നും വേണ്ട, ഉച്ചക്കും വേണ്ട, 2 ദിവസത്തേക്ക് എനിക്കൊന്നും വേണ്ട. നമുക്കങ്ങനെ പറയാലോ, നമുക്കങ്ങനെ പറയാം. ആ പറച്ചിൽ ഒരുപക്ഷേ ഭാര്യ ഇങ്ങനെ ആകെ പ്രയാസമുണ്ട്. അവള് കൂട്ടാത്തൊരു കറിയാണെങ്കിൽ പോലും സഹോദരങ്ങളെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരണില്ലേ? ചിന്തിച്ചു ഇല്ലേ? നമ്മള് കഴിക്കാത്തൊരു കറിയാണെങ്കിൽ പോലും അതിന്റെ ടേസ്റ്റ് നോക്കാൻ അവളെ കൊണ്ട് പറ്റണില്ല. എന്നാൽ പോലും നമുക്ക് വേണ്ടി അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി തരാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ദേഷ്യം മരണത്തെ കുറിച്ച് ചിന്തയുണ്ടെങ്കിലോ എല്ലാം ശരിയാവും സഹോദരൻ. മൊബൈൽ ഇങ്ങനെ എടുക്കുമ്പോ മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഈ മൊബൈൽ എടുക്കണമെങ്കിലോ പിന്നെ വേണ്ടാത്തൊന്നും അതിൽ വരില്ല, വേണ്ടാത്തൊന്നും കാണൂല. ഞാനിപ്പോ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണമെങ്കിലോ, മരിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ എന്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഹിസ്റ്ററികൾ എനിക്ക് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ അത് ഡിലീറ്റ് ചെയ്യാനുള്ള സമയം എനിക്കുണ്ടാകുമോ? ചിന്തിച്ചു അല്ലെ? അങ്ങനെ ചിലരൊക്കെ സമാധാനിക്കണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ആരും കാണാത്ത രൂപത്തിലൊക്കെ എനിക്ക് ആക്കാൻ അറിയാനാണ്. അങ്ങനെയൊക്കെ ആക്കണമെന്ന് മരിച്ചാലും അങ്ങനെയൊക്കെ മരിക്കും. എത്ര പേരെയാ, എത്ര മുസ്ലിം നാമധാരികളെയാ പല ബാറുകളിൽ നിന്ന് മരിച്ചു കൊണ്ടുപോയിട്ടുള്ളത്, സിനിമാ തിയേറ്ററുകളിൽ നിന്ന് എടുത്തു മയ്യത്തായി കൊണ്ടുപോയിട്ടുള്ളത്. സഹോദരങ്ങളെ ആലോചിക്കണം, ചിന്തിക്കണം. അതുകൊണ്ട് എപ്പോഴും മരിക്കുമെന്ന ബോധത്തോടു കൂടി ആ മരണത്തിന് മുമ്പ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് മരണം അത് സത്യമാണ്, ഏത് സമയത്തും കടന്നു വരും. പ്രായം അതിനൊരു തടസ്സമല്ല. എവിടെയാണെങ്കിലും മരിക്കാൻ അള്ളാഹു തീരുമാനിച്ചത് അവിടേക്ക് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ എത്തിപ്പെടും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതൊക്കെ മരിക്കാൻ നേരത്ത് മനുഷ്യനൊരു വിലാപമുണ്ട്. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചിട്ട് പറയും, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ വല്ലാത്തൊരു സ്നേഹാണത്, അള്ളാഹുവിന്റെ സ്നേഹമാണ്. എന്താ സ്നേഹം? വിശ്വാസികളെ ഇത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത്, എന്താണ് നാളത്തേക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണോട്ടോ. ഇതിങ്ങനെ ജീവിച്ചു പോവല്ലേ? എന്താ നാളത്തേക്ക് അക്കൗണ്ടിലേക്ക് ഓരോ ദിവസവും നമ്മൾ നോക്കാം. അങ്ങനെ അതിന്റെ ബാലൻസ് എത്രയായി, ഇന്നലെ വന്ന ക്യാഷ് കയറിയിട്ടുണ്ട് അല്ലെ, സമാധാനായി. അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ കയറുന്നുണ്ട്, മാസം നമ്മുടെ സാലറി കയറിയിട്ടുണ്ട്, കച്ചവടത്തിലെ ലാഭം അത് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇപ്പുറത്ത് പരലോകത്തേക്കുള്ളൊരു അക്കൗണ്ട് ഉണ്ടല്ലോ. ഭൗതികതയിൽ നിന്നൊക്കെ മാറി പരലോകത്തിന്റെ അക്കൗണ്ടിൽ എന്തൊക്കെ കയറുന്നുണ്ട് ഒരു ദിവസം ആലോചിക്കുന്നുണ്ട്. എത്ര സാധനങ്ങൾ ആ അക്കൗണ്ടിലേക്ക് കയറ്റാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മരിക്കാൻ നേരത്ത് മനുഷ്യൻ പറയും, റബ്ബിർജിഊനി, അല്ലാഹുവേ എനിക്കൊന്ന് മടക്കി തരുമോ റബ്ബേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ അമൽ സാലിഹാത്തുകൾ ഞാൻ ചെയ്തു കൊള്ളാം റബ്ബേ. ഞാൻ പരിഗണിക്കാതിരുന്ന,
ഞാൻ ഉപേക്ഷ വരുത്തിയ അമലുകൾ ഞാൻ ചെയ്തു കൊള്ളാം റബ്ബേ തറക്തു, ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള എന്ന് പറയുമ്പോ അല്ലാഹ് പറയും കല്ലാ ഇന്നഹാ കലിമാ, അങ്ങനെയല്ല, ഇത് വെറും വാക്കു മാത്രമാണ്, ഇത് വെറും വർത്താനം മാത്രമാണ്. നിനക്ക് ഇനിയും ജീവിതം തന്നാലും ഇതൊന്നും നീ ചെയ്യില്ല, ഇതൊക്കെ നിന്റെ പൂതി മാത്രമാണ്, ഇനിയൊരു അവസരമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് പറയും എന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, സമയമില്ല. മരിക്കാൻ നേരത്ത് അത് ചെയ്യായിരുന്നു ചിന്തിച്ചിട്ട് കാര്യമില്ല. മരിക്കണ മുമ്പ് ചെയ്ത കർമ്മങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയല്ലേ 3 കാര്യങ്ങൾ ഒരു മയ്യത്തിനെ അനുഗമിക്കും. 3 കാര്യങ്ങൾ അനുഗമിക്കും. ഒന്നെന്താ? ഒന്നവന്റെ കുടുംബം, മക്കളിങ്ങനെ പപ്പാന്റെ മയ്യത്തിൻ കട്ടിലിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒക്കെ മക്കളിങ്ങനെ തോളിലേറ്റിയിട്ട് എന്റെ വാപ്പിച്ചിയാണ് എന്ന് പറഞ്ഞിങ്ങനെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന രംഗുണ്ടാകും, അല്ലെ? നടന്നു പോകുന്ന രംഗുണ്ടാകും. കുടുംബക്കാരുണ്ടാകും, അനിയന്മാരുണ്ടാകും, അതുപോലെ തന്നെ നാട്ടുകാരുണ്ടാകും, അയൽവാസികളുണ്ടാകും, ഒക്കെ ഉണ്ടാകും. ആ മയ്യത്തിൻ കട്ടിൽ ഇങ്ങനെ ഏറ്റിക്കൊണ്ടു പോകുമ്പോ എല്ലാവരും ഉണ്ട്. രണ്ടാമത്തതോ നമ്മുടെ സമ്പത്ത് കൊണ്ടാണ്, അല്ലെ? അല്ലാഹുവിന്റെ റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരാളുടെ കഫൻ പുടവ വാങ്ങേണ്ടത് അയാളുടെ സമ്പത്തിൽ നിന്നാണ്. അറിയാത്തവർ പഠിച്ചു വെച്ചു. അയാളുടെ സമ്പത്തിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? അയാളുടെ കഫൻ പുടവ വാങ്ങേണ്ടത്. മരിച്ച ആൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ, പിന്നെന്ത് ചെയ്യണം? മരിക്കാത്ത ആളുകൾ അത് ആലോചിക്കണം. പലപ്പോഴും കഫൻ പുടവ ഓഫർ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. കഫൻ പുടവ അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം, ആ പൈസ ഞാൻ കൊടുത്തു. മയ്യത്തിന് സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ ആ പൈസ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? കഫൻ പുടവ വാങ്ങേണ്ടത്. അതിങ്ങനെ ഓഫർ കൊടുക്കേണ്ടതാനല്ല. അറിവുള്ളവര് അവിടെ അത് പറഞ്ഞു കൊടുക്കണം. മയ്യത്തിന്റെ പൈസയിൽ നിന്ന് എന്ത് ചെയ്യട്ടെ? ആ കഫൻ പുടവയുടെ പൈസ അതെടുക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിങ്ങനെ കാണാം ചില പള്ളികളിലൊക്കെ അതിനിങ്ങനെ തർക്കാനിയും ജ്യേഷ്ഠൻ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നേരത്തെ പോയി കൊടുത്തു, ഭയങ്കര തർക്ക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിന്റെ അർഹതപ്പെട്ടവൻ അയാൾ തന്നെയാണ്. അയാൾ അതെന്ത് ചെയ്യട്ടെ? അയാളത് കൊടുക്കട്ടെ. അയാളുടെ സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർ കൊടുക്കട്ടെ. അതാണ് അതിന്റെ രൂപം എന്ന് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അങ്ങനെ സഹോദരങ്ങളെ, ആ നമ്മുടെ പണം നമ്മുടെ ഖബർ വരെ എത്തിയിട്ടുണ്ട്. എന്നാലോ അല്ലാഹുവിന്റെ റസൂൽ വരെ 2 എണ്ണം തിരിച്ചു പോരും. നമ്മുടെ മക്കളിങ്ങനെ മണ്ണൊക്കെ തസ്ബീഹൊക്കെ ചൊല്ലി അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ഇതൊരു വാചകങ്ങളാ. അതിങ്ങനെ മുദ്രാവാക്യം വിളിക്കണ പോലെ വിളിച്ചു പറയേണ്ട കാര്യമില്ല സുഹൃത്ത്. എന്താ അത്? ഒരാളിങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും ഏറ്റു പറയാ. അവിടെ എന്തൊരു പ്രാർത്ഥന തന്നെ, ഒരു പ്രാർത്ഥന തന്നെ. എന്താ പറയണേ? അല്ലാഹുമ്മ, അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ. അവിടെ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക എന്നൊക്കെ ചോദിക്കുമ്പോ അല്ലാഹ് അത് ഉത്തരം പറയാനുള്ള സ്ഥൈര്യം കൊടുക്കണം. അല്ലാഹുവേ അതിനൊക്കെ മറുപടി പറയാനുള്ള സ്ഥൈര്യം നീ കൊടുക്കണേ അല്ലാഹ്. അതെങ്ങനെ പറയണ്ടേ? അതിങ്ങനെ അർത്ഥം അറിഞ്ഞ് കൊടുക്കണേ എന്ന് തേട്ടത്തോടു കൂടി നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന് കുറെ ഒച്ച ഒന്നും വേണ്ട സഹോദരങ്ങളെ, കുറെ ഒച്ച വേണ്ട. ആണുങ്ങളായതുകൊണ്ട് എന്ത് ചെയ്യാം? പരസ്പരം കേൾക്കണ രൂപത്തിലൊക്കെ പറയാം. അത് പ്രാർത്ഥനയാണ്, അത് പ്രാർത്ഥനയാണ്. നിങ്ങൾ ആലോചിച്ചു, ഇന്ന് നാട്ടിലെന്താ നടക്കണേ? ഒരാൾ ചൊല്ലിക്കൊടുക്കണ ആളുടെ പേടി എന്താണെന്നറിയോ? നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക, നിങ്ങളുടെ പേടി എന്തായിരിക്കും? അടുത്തപ്പെന്താ മാറിപ്പോകും, തെറ്റോ? ചൊല്ലിക്കൊടുക്കുന്ന ആൾക്കാർക്ക് ചോദിച്ചു. ആ ചൊല്ലിക്കൊടുക്കുന്നവന്റെ മനസ്സിലുള്ള ഭയം എന്താണെന്നറിയോ? ഇനിയിപ്പോ അത് അടുത്തത് തെറ്റോ എന്നുള്ള പേടിയാണ്. അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പറയാം അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. അർത്ഥം അറിഞ്ഞാണ് പറയാം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അല്ലാഹുവേ അതിന്റെ ഉത്തരം നീ തോന്നിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ. അല്ലാഹുവേ ഖബറിന്റെ ആ ഭാഗങ്ങളും പാർശ്വങ്ങളൊക്കെ നീ വിശാലാക്കി കൊടുക്കണേ, അകത്തി കൊടുക്കണം. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ വാപ്പാക്ക് പുറത്തു കൊടുക്കണം, കരുണശൂര്യനെ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്അ. എല്ലാ ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്ന് നിർഭയത്വം കൊടുക്കണേ അല്ലാഹ്. എന്തു വലിയ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണേ. പക്ഷെ എന്തെങ്കിലും തസ്ബീഹത്തിലിട്ട് ആ ഒരു വികാര നിർഭയം നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചോ? എല്ലാവരും മയ്യത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ പറഞ്ഞിട്ട് കബറി കിടക്കണ രംഗം ഇങ്ങനെ ആലോചിച്ചിട്ട്, ഉപ്പ മക്കളൊക്കെ ഇങ്ങനെ മരിച്ചിട്ട് കബറിങ്ങനെ വിശാലാക്കി കൊടുക്കണേ, ഉത്തരം പറയിപ്പിക്കണ റബ്ബെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടേ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്ത് തോന്നാത്തെന്നറിയോ? എന്താ തോന്നാത്തെന്നറിയോ? അത് പ്രാർത്ഥനയായിട്ട് വന്നില്ല എന്നുള്ളതാണ്.
അത് പ്രാർത്ഥനയായിട്ട് വരില്ല. സഹോദരങ്ങളെ, തസ്ബീത്ത് ചൊല്ലാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തസ്ബീത്ത് നമ്മൾ ചൊല്ലണം, അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥമായി നമുക്ക് ചൊല്ലാൻ പറ്റണം. നാളെ നമ്മുടെ ഖബറിന്റെ അടുക്കലും പലരും ചൊല്ലും. ഇതൊക്കെ ചൊല്ലിയിട്ട് എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് പിന്നെ ഖബറിൽ ബാക്കി നിൽക്കുന്ന അമൽ സ്വാലിഹാത്തുകളാണ്. ആ അമൽ സ്വാലിഹാത്തുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിക്കണം, ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പലരും ആശുപത്രികളിൽ കിടക്കുന്നുണ്ട്, ദുആ വസിയത്തുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ രോഗം നിശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു സന്തോഷ വാർത്ത, അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ പല ഖുതുബകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പള്ളിയുടെ മദ്രസയുടെ ഭാഗത്ത് പണിത ആ ഒരു വെള്ളത്തിന്റെ ലീക്കേജിനൊക്കെ നമ്മൾ പരിശ്രമിച്ച് എല്ലാവരും കൈ കോർത്ത് നിന്ന് ചെയ്ത ഒരു പണിയാണ്. അതിന് ഷീറ്റിടാനുള്ള വർക്ക് അൽഹംദുലില്ലാഹ് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിൽ സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഏതാനും ചില പണം കൂടി അതിൽ ബാക്കി ഉള്ളൂ. ഒരു 35,000 രൂപ എന്തോ ബാലൻസിന് അങ്ങോട്ട് ഉണ്ടായാലും എന്ത് ചെയ്യും, കടം പോലും ഇല്ലാതെ ഇത് പൂർത്തീകരിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിലൊക്കെ ഇന്നും നമ്മുടെ കളക്ഷൻ അത് തന്നെയാണ്. ചില ആളുകൾ വിചാരിക്കും എല്ലാ ആഴ്ചയും തന്നെയാണല്ലോ, ഇത് തീരുന്ന വരെ തന്നെയാണ്. തീരണ്ടേ? നമ്മുടെയൊക്കെ വീട്ടിലെ കടമാണ്, നമ്മുടെയൊക്കെ ഭവനം അള്ളാന്റെ ഭവനത്തിലെ കടാണ്. നമ്മളെ തീർക്കണ്ടേ? ഇൻഷാ അല്ലാഹ് കൈയഴിഞ്ഞ് പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മൾ സഹായിക്കുക. നമ്മുടെ മക്കൾ പഠിക്കുന്നിടത്ത് അവർക്ക് മഴ കൊള്ളാതെ വെള്ളത്തിന്റെ പ്രയാസങ്ങളില്ലാതെ പഠിക്കാൻ അതൊരു എളുപ്പമായിരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ഈ ചൊവ്വാഴ്ച ഈ ഉള്ള ഒരു ഉംറക്ക് പോകുന്നുണ്ട്. അടുത്ത ഹുത്ബയിൽ കാണാത്ത ആരെങ്കിലും അറിഞ്ഞില്ലല്ലോ എന്ന് അറിയണ്ടെന്ന് വിചാരിച്ച് പറയണം. ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം ഉംറക്ക് പോകുന്നു. നിങ്ങളെയൊക്കെ ദുആയിൽ ഈ ഉടനെ ഉൾപ്പെടുത്തണം. ഒരു ഗ്രൂപ്പിന്റെ അമീറായിട്ട് പോണേ, യാത്ര എളുപ്പമാകാനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ഉംറ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെയൊക്കെ ആ മഹത്തായ ഹറമിൽ അല്ലാഹു എത്തിച്ച് ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് നല്ല മരണത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവോട് ചോദിക്കണം. നല്ല മരണം മരിക്കുമ്പോൾ നല്ല മരണം വരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളായി വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.